ട്രേഡിംഗ് ഏരിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 10 ദിവസത്തിന് മുകളിലാവുന്നു നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോ ചെയ്തിട്ട്. ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ പലർക്കും അറിയാം, എങ്കിലും ഒരുപാട് പേര് യൂട്യൂബ് പഴയ വീഡിയോസിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, വീഡിയോ ചെയ്യാത്ത എന്താണ്. ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, ഏകദേശം ഇപ്പോൾ 10 ദിവസമാകുന്നു പനി പിടിച്ചിട്ട്. പനി ഏകദേശം മാറി, എന്നാലും ചുമയും ചെറിയ ശരീരവേദനയൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഓർത്തതിന് വളരെയധികം നന്ദി. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച. കാരണം ഈ വൈറൽ ഫീവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ മാരകമായിട്ടുള്ളൊരു വേർഷൻ ആദ്യമായിട്ടാണ് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതും. എങ്കിലും ഒത്തിരി പേര്, ഒരുപാട് പേരുടെ മെസ്സേജുകൾ, സൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വാട്സപ്പിൽ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഫോണ് നോക്കുമെങ്കിലും റിപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മെസ്സേജുകളും മിക്കവരുടെയും വായിച്ചിട്ടുണ്ട്, പക്ഷേ റിപ്ലൈ ചെയ്തിട്ടില്ല. ആരും വേറെ ഒന്നും കരുതരുത്. പിന്നെ ഇതെല്ലാം ഒരുപാട് മെസ്സേജുകൾ ആക്കുന്നതുകൊണ്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്നറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. പെട്ടെന്നും ചില പോയിന്റുകൾ പറഞ്ഞിട്ട് വീക്ക്ലി അനാലിസിസ് നടത്താം. കാരണം ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ചുമ ഒരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഡൗ ജോൺസ് 289 പോയിൻറ്റും S&P 36 പോയിൻറ്റും നസ്ഡാക്ക് 151 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ചെറിയൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 129 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്കിലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ അവസാനം നിർത്തിയ ആഴ്ചകളിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ അടുത്ത റീടെസ്റ്റിന് വരുന്ന സമയത്ത്, അതായത് നേരത്തെ ഓൾ ടൈം ഹൈയിലോട്ട് റീടെസ്റ്റിന് വരുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സുഖമായിട്ടത് ബ്രേക്ക് ഔട്ട് കിട്ടി കയറി പോകാൻ സാധ്യതയുണ്ട്. സെയിം ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റ് അനുസരിച്ചുള്ളതും. എങ്കിലും വീക്കിലി അനാലിസിസിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ താഴെ വന്നിട്ട്, അതായത് ഏകദേശം ഇപ്പം കൃത്യം 14 മാസമാകുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ വന്നിട്ട്, പിന്നെ കഴിഞ്ഞ വ്യാഴനും വെള്ളിയൊക്കെ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ഏകദേശം 14 മാസത്തിന് ശേഷമാണ് പുതിയ ഓൾ ടൈം ഹൈ വരുന്നത്. ഈ ഒരു ഹൈ കഴിഞ്ഞ 14 മാസത്തിന് മുന്നേ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വലിയ ലോയിലോട്ട് പോയില്ല ഇല്ലേ. ഏകദേശം 24,400 24,300 ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഈക്വൽ ഹൈ വന്നിരിക്കുകയാണ്. ഈ ഒരു ഓൾ ടൈം ഹൈൻ്റെ ഈക്വൽ ഹൈ വന്നിരിക്കുകയാണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇതൊരു നല്ലൊരു ചാർട്ടാണ് ഈ ഒരു ഈക്വൽ ഹൈയിൽ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വലിയ വീഴ്ചയിലോട്ട് പോകാണ്ടാണ് ചെറിയൊരു ഡിപ്പിൽ പോയിട്ട് മാർക്കറ്റ് ആ ഒരു പ്രഷറിൽ കയറിയത്. ഏകദേശം ഈ ഒരു ഏരിയയിലൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ഒരു 3-4 ആഴ്ചയ്ക്ക് മുന്നേയൊക്കെ, കഴിഞ്ഞ മാസമൊക്കെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒക്ടോബറിൽ ഇവിടെ നിന്ന് ചെറിയൊരു റെസിസ്റ്റൻസ് വന്നുവെങ്കിലും ഇപ്പോൾ നവംബർ ലാസ്റ്റോടുകൂടി നമുക്ക് അവിടുത്തെ ആ ഒരു പ്രഷർ കുറഞ്ഞു വരികയാണ്. സെല്ലിംഗ് പ്രഷർ
കുറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഉടനെ തന്നെ ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 27,000 ഈ മാസം നമുക്ക് ഡിസംബറിൽ 27-ന് മുകളിലൊക്കെ തന്നെ ചിലപ്പം പ്രതീക്ഷിക്കാൻ പറ്റും. ഡിസംബറിൽ വലിയ ഡിപ്പിലോട്ട് ഇനിയിപ്പോൾ മാർക്കറ്റ് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഗ്ലോബൽ മാർക്കറ്റൊക്കെ എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ട് മാർക്കറ്റിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡിപ്പിലോട്ടൊന്നും മാർക്കറ്റ് ചിലപ്പോൾ പോകുമായിരിക്കും. ചെറിയൊരു റീട്രേസ്മെൻറ്റിലൊക്കെ 26-ലൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് നല്ല സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. താഴോട്ട് പോയാലും 25,900 26-ലൊക്കെ നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിലും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് പോസിറ്റീവാണ് മാർക്കറ്റ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാനെടുത്ത് മാറ്റുന്നത്. കാരണം ഈ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വർക്കാകുന്നില്ല. അപ്പം ആ ഒരു ട്രെൻഡ് ലൈൻ ഞാനതൊന്ന് എടുത്ത് മാറ്റുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ മാറ്റിയിട്ട് ഞാൻ പുതിയൊരു ട്രെൻഡ് ലൈനോടെ വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഡേ ക്യാൻഡിൽ നമുക്ക് ഒരു ഹയർ ലോ ഫോർമേഷനിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ് ട്രെൻഡാണ്, നല്ല സ്ട്രോങ് അപ് ട്രെൻഡാണ്. ഒരിക്കൽ പോലും ഇവിടെ പ്രൈസ് ആക്ഷന് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്ന പ്രൈസ് ആക്ഷൻ വന്നിട്ടില്ല. കാരണം എല്ലാം ഹയർ ലോ ഫോർമേഷനിലാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നത്. അത് മാർക്കറ്റിന് വലിയൊരു ഗുണം ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൈസ് ആക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ മാതിരി 27,000-ന് മുകളിലോട്ട് മാർക്കറ്റ് ഡിസംബറിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊരു 2 ആഴ്ചയ്ക്ക് മുന്നേ വീക്കിലി അനാലിസിസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മൾ 30,000 എന്നൊരു ഫിഗറിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ചില ടെക്നിക്കൽ അനാലിസിസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നിലവിലിപ്പം ഇവിടെ ഒരു ബ്രേക്കൗട്ടിലെത്തി നിൽക്കുന്നത്. ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടി ഏകദേശം 26,200-300 ലെവലിന് മുകളിൽ ഈ ആഴ്ച സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്നൊരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. എങ്കിൽ അടുത്ത വർഷം പകുതിയോടുകൂടി തന്നെ മിക്കവാറും 30,000-ലോട്ട് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വീക്കിലി ക്യാൻഡിലും ഡേ ചാർട്ടും ഒക്കെ നോക്കിയപ്പം നമുക്ക് മനസ്സിലായത് ഒരു പോസിറ്റീവാണ് അല്ലേ. ഹയർ ലോ ഫോർമേഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ് ട്രെൻഡാണ്, ഇതിന് മുകളിലാണ് ഹൈ വന്നിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഇവിടെ 28-ാം തീയതി വെള്ളിയാഴ്ച 15 മിനിറ്റിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായി നിന്നിട്ട് പോലും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പോലും വെള്ളിയാഴ്ച മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വന്നിരിക്കുന്നത് ലോവർ ഹൈ ആണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടാണ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 15 മിനിറ്റിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു ഹൈ നമ്മുടെ നിലവിലെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,312 ആ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോവുകയും ചെയ്യണം. കാരണം ഇതിനടുത്തടുത്താണ് ഈ 2 ഹൈയും വന്നിരിക്കുന്നത്. ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ വന്നാൽ തന്നെയും അതൊരു ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ആയിരിക്കും. പക്ഷേ പ്രോപ്പർ ഓൾ ടൈം ഹൈക്ക് മുകളിൽ 15 മിനിറ്റിൽ പുതിയ ഹൈ തിങ്കളാഴ്ച ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ 2 ഹൈയും കൃത്യമായിട്ട് നോക്കുക. മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഒരു 100 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 80 പോയിൻ്റ് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്.
ഏകദേശം ഈ ഒരു ലെവല് നോക്കുക 26,276 പിന്നെ നമ്മുടെ ഈ ഒരു ഹൈയും 26,310 ലെവലും. ഇതിന് മുകളിൽ മാർക്കറ്റ് കൃത്യമായിട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ ഒരു അപ് ട്രെൻഡിന് സാധ്യതയുള്ളൂ. ഓപ്പണിംഗ് ചിലപ്പോൾ ഈ ഒരു ലെവലിലോ വന്നേക്കാം. 26,310 മുകളിലോട്ട് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം 15 മിനിറ്റ്സിലെങ്കിലും മുകളിലോട്ടൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. താഴോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു ഇൻഡിസിഷനാണ്. വെള്ളിയാഴ്ചത്തെയും കഴിഞ്ഞ വ്യാഴാഴ്ചത്തെയും പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിസിഷനാണ്. കാരണം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്ത് ഇതിൻ്റെ താഴെ ഹൈ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ, ഇതിൻ്റെ താഴെ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ താഴെ ലോ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ലഗ്ഗിഷ് മാർക്കറ്റായിരുന്നു. പയ്യാണ് നമ്മളൊരു കോൾ കൊടുത്ത് തന്നെ അത് ഏകദേശം ഒരു ദിവസം എടുത്തിട്ട് പോലും താഴോട്ട് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് അത്രയ്ക്കും സ്ലോ ആയിട്ടാണ് പതുക്കെ ഇറങ്ങിയത്. പതുക്കെ താഴോട്ട് ഇറങ്ങുമ്പോഴും അവിടെ മാർക്കറ്റിലൊരു ബൈയിങ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് വലിയ ഒരു ഫോളിലോട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് വീഴാതിരുന്നത്. അപ്പോൾ മാർക്കറ്റിന് താഴോട്ട് ഈ ഒരു ലെവലിന് താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ 26,145 താഴെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെൻറ്റിന് വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് റീട്രേസ്മെൻറ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിലോട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 26,033 26,086 ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്ന് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയേക്കും. എപ്പോഴാണ് മാർക്കറ്റ് എപ്പോഴെങ്കിലും താഴോട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നിലവിലെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മാർക്കറ്റ് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് നിലവിലുള്ള ഓൾ ടൈം ഹൈ 26,310 15 മിനിറ്റിൽ മുകളിലോട്ട് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് എൻട്രി നോക്കാവൂ. അല്ല ഈ ഒരു ഏരിയയ്ക്ക് എവിടെ വേണമെങ്കിലും, അതായത് ഈ രണ്ട് ഹൈക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ വരാം. കൃത്യമായിട്ട് ആ സമയത്തുള്ള മറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റും പ്രൈസ് ആക്ഷനിലും ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് ചാടിക്കയറി കോൾ ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. രാവിലത്തെ ഓപ്പണിങ്ങിൽ കൃത്യമായിട്ടൊരു 15 മിനിറ്റെങ്കിലും മാർക്കറ്റ് വാച്ച് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് എൻട്രി എടുക്കാവൂ. അല്ല ഇവിടെ എവിടെയെങ്കിലും ഒരു റിവേഴ്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ് അത്രയും ഫില്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. താഴോട്ട് ഈ ആഴ്ചയിൽ മാക്സിമം വരാൻ പറ്റുന്ന ഏരിയ ആണ് ഇത് 26,066 ഏരിയ 86,33 ഏരിയ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി മാർക്കറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് സുഖമായിട്ട് കയറിപ്പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരും ദിവസങ്ങളിൽ ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. നിലവിലുള്ള ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലെവൽ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവല് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് ലൈനോ ഈ ഒരു നിലവിലെ റെസിസ്റ്റൻസ് ലൈനോ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27,000 ഈ ഒരു സ്ട്രക്ചറിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. 27,000 28,000 ഒക്കെ കടന്ന് 30,000-ത്തിലോട്ട് പോകാനുള്ള ഒരു ഊർജം ലഭിക്കാൻ പോകുന്നത് ഈ ഒരു 26,200 ലെവലിൽ നിന്നായിരിക്കും മാർക്കറ്റിനുള്ള ഊർജം ലഭിക്കുന്നത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ CPR വരുന്നത്
നാരോ CPR ആണ് 26 26,211 26,226 CPR വരുന്നത്. നാരോ CPR ആണ്. മാർക്കറ്റ് ഞാൻ 26,322 335 അതാണ് ഏറ്റവും മുകളിൽ വരച്ചിട്ടുള്ള ഏറ്റവും മുകളിലത്തുള്ള ലെവല്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇതിനിടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയോ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 26,322 335 മുകളിലോട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 22,261 279 ഉള്ളിൽ, അതായത് ഒരു 80 പോയിന്റിനുള്ളിലൊക്കെയാണ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 26,211 26,226 മാർക്കറ്റ് വരും. CPR ചിലപ്പോൾ താഴോട്ട് സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,161 143 വരെയെങ്കിലും ഞാൻ മിനിമം താഴോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ലെവൽസേ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.